നമസ്കാരം ടാഗ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡൈനാമിക് സൂമിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ സാധാരണ ഒരു സൂമിങ് പോലെയല്ല. ഡൈനാമിക് സൂമിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ ഒരു വീഡിയോ ക്ലിപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല, പാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് വെറുതെ നിശ്ചലായി നിന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും. അതിന് പകരം ഒരു മൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു ആംഗിളിലേക്ക് ഒരു സൂമിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൈനാമിക് സൂമിംഗ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാം കേട്ടോ, പല തരത്തിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തതിലേക്ക് ഒരു ഫുട്ടേജ് ആഡ് ചെയ്യണേ. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തിട്ടുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വെബ്സൈറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ട്. വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിൽ എഡിറ്റിംഗ് ഡെസ്ക് എന്ന പേജിൻ്റെ അകത്ത് ഡാവിഞ്ചിയുടെ ഫുൾ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാനിതിനൊന്ന് സൂം ചെയ്തിട്ട് നമ്മൾ ഫിറ്റാക്കി വെക്കുകയാണ്. ഫോട്ടോ കറക്റ്റ് 1080 ആണ്, കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമുക്കിവിടെ ഡൈനാമിക് സൂമിംഗ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓൺ ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെയല്ല, രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യം ഇവിടെ കാണിച്ചില്ല, ഡൈനാമിക് സൂമിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലീനിയർ, ഈസ് ഇൻ, ഈസ് ഔട്ട്, ഈസ് ഇൻ ആൻഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലീനിയറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചിട്ട് എന്താ സംഭവിക്കുന്നത് കണ്ടാ. ഡൈനാമിക്കലി, അതായത് അവിടുന്ന് മെല്ലെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോരുന്നുണ്ട്. നമുക്ക് ഒരു പിക്ചർ വെറുതെ ഇട്ട പോലെയുള്ള ഫീൽ അല്ല കിട്ടിയത്, ജസ്റ്റ് ഒരു പിക്ചറാണ്. അപ്പോൾ ഒരു പ്രത്യേക സ്റ്റൈൽ കിട്ടില്ലേ. ഇനി നമുക്കിത് ചെറിയ അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഐക്കൺ ഉണ്ട് അവിടെ, അതിലൊരു ആരോ മാർക്ക് കാണാം. ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൈനാമിക് സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡൈനാമിക് സൂമിൻ്റെ ഈ ഉള്ളിൽ കാണുന്ന പച്ച ഐക്കണ് ഒരു സൈഡിലേക്ക് കൊണ്ടുവയ്ക്കുക. ഈ പച്ച കോളം കേട്ടോ, ഐക്കണല്ല, ഈ കോളം ഒരു സൈഡിലേക്ക് കൊണ്ടുവച്ച് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക അല്ലേ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ വേറെ ടൈപ്പിലാണ് ആ സൂമിങ് പോകുന്നത് കണ്ടോ. ഒരു ഏരിയയിലേക്ക് ഒരു പ്രത്യേക സ്റ്റൈൽ സൂമാണെന്ന് തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാത്ത രീതിയിലൊരു സ്റ്റൈലിലാണ് പോകുന്നത്. പിന്നെ മേലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാലും അതേപോലെ വേറൊരു ടൈപ്പിൽ കിട്ടും. നോക്കോ കണ്ടോ, അവിടുന്ന് ഇങ്ങോട്ട് ക്യാമറ സൂം ഔട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ ഈ ഡൈനാമിക് സൂമിൽ സ്വാപ്പ് അടിച്ച് കഴിഞ്ഞാലും ഇതേപോലെ നിങ്ങൾക്ക് വേറെ സ്റ്റൈലായിരിക്കും സൂം അങ്ങോട്ട് ഉള്ളോട്ട് സൂം ഇന്നാണ് ആവുന്നത്. നേരെ സൂം ഔട്ട് ആയതിന് പകരം ഇപ്പോൾ സൂം ഇന്നാവുക കണ്ടോ. അങ്ങനെ റെഡ് ലൈൻ ഉള്ളിലാവും, ഗ്രീൻ ലൈൻ പുറത്താവും, ഇത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. സംഭവം സിമ്പിളാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഡൈനാമിക് സൂം ഉണ്ടാവും, അതുപോലെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ ഏതാ വെച്ചാൽ ചൂസ് ചെയ്യുക. ഫോട്ടോസൊക്കെ ഇനി ഇങ്ങനെ വെറുതെ നിശ്ചലാക്കിയിടാതെ ഒന്ന് മൂവ്മെൻറ്റ് കൊടുക്കാൻ ഇത് വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. ഓക്കെ, നല്ല സ്റ്റൈലില്ലേ, നല്ല ഭംഗിയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.